നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ശ്രീലക്ഷ്മിയും പേരൻസിന്റെയും കൂടെയാണ്. ശ്രീലക്ഷ്മി നീറ്റ് 2024 എക്സാമിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടിയാണ്. അപ്പൊ അവരോട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം. മോളെ, ഏതായിരുന്നു കിട്ടിയ റാങ്ക്? എത്രയായിരുന്നു? 4680. ഓക്കെ. അപ്പൊ ഇത്രയും ഒരു ഉന്നത വിജയം ലഭിച്ചപ്പം മോക്ക് എന്തായിരുന്നു തോന്നിയത്? എനിക്ക് മോഡൽ എക്സാംസിനൊക്കെ ഒരു 640 റേഞ്ചിലൊക്കെ ആയിരുന്നു മാർക്ക്. പക്ഷെ നീറ്റിന് എനിക്ക് 686 കിട്ടി. അപ്പം ഞാനതിൽ നല്ല എക്സൈറ്റഡ് ആണ്, നല്ല ഹാപ്പിയാണ്. കാരണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അമ്മ, ശ്രീലക്ഷ്മി പഠനകാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? പഠനകാര്യങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പൊ ബ്രില്യന്റ് നടത്തിയ വീക്ക്ലി ടെസ്റ്റുകൾ തൊട്ടിട്ടാണല്ലോ എക്സാംസിന്റെ പരമ്പര തുടങ്ങുന്നത്. അതിനകത്തൊക്കെ നല്ല സ്കോർ ഉണ്ടായിരുന്നു. ക്യാഷ് പ്രൈസ് എല്ലാം സ്ഥിരമായിട്ട് മേടിച്ചിരുന്ന ഒരാളാണ്. അവസാനം ഏകദേശം ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്ക് യൂണിറ്റ് വൈസ് ഓൾ യൂണിറ്റ് എക്സാംസ് ഒക്കെ ആയപ്പോൾ മാർക്കിൽ ചില വേരിയേഷൻസ് ഒക്കെ വരും. അപ്പം എന്നെ വിളിക്കും, കരയും. അപ്പം ഞാൻ കുറേ സപ്പോർട്ട് കൊടുക്കും. പിന്നെ രണ്ടാമതായിട്ട് പോകുന്നത് അവളെ ക്ലാസ് ടീച്ചർ അടുത്തേക്കാണ്. ക്ലാസ് ടീച്ചർ നല്ല സപ്പോർട്ട് നൽകിയിരുന്നു. ജോർജ് സാറുടെ അടുത്തേക്ക് പോവും. അവിടെ പോയാൽ പിന്നെ ഒക്കെ സോൾവ് ആയി. ബ്രില്യന്റിന്റെ വലിയൊരു സപ്പോർട്ട് തന്നെ കിട്ടിയിരുന്നു. ബ്രില്യന്റിന്റെ വലിയ സപ്പോർട്ട് വെച്ചാൽ അത് ഏത് വേദിയിലും നമുക്ക് എപ്പോഴും ഞാൻ പറയും, ഒരു പക്ഷേ ബ്രില്യന്റ് ആയതുകൊണ്ടാണ് മോൾക്ക് ഇത്രയൊരു അഭിമാനിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ഉണ്ടായതെന്ന് തന്നെ ഏത് വേദിയിലും വെച്ച് നമുക്ക് പറയാവുന്നതാണ്. അമ്മമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? വളരെ വളരെ സന്തോഷം. പഠനകാര്യത്തിലെല്ലാം നല്ല മിടുക്കിയാണ്. വളരെ വളരെ സന്തോഷം. മോളെ, എന്തുകൊണ്ട് MBBS തിരഞ്ഞെടുക്കാൻ റീസൺ? ഫാമിലിയിൽ ആരെങ്കിലും MBBS ചെയ്തവരുണ്ടോ? ഇല്ല, ഫാമിലിയിൽ ആരും ഡോക്ടേഴ്സ് ആയിട്ടില്ല. അപ്പൊ എനിക്ക് ചെറുപ്പം മുതൽ ഡോക്ടർ ആവണം എന്നൊരാഗ്രഹമായിരുന്നു. ഒരു 9th 10th ഒക്കെ എത്തിയപ്പം ഞാനിങ്ങനെ സയൻസ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് സയൻസ് നല്ല ഇഷ്ടമാണ്. അപ്പം എനിക്ക് വേറൊരു പ്രൊഫഷനിൽ എനിക്ക് എന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണില്ല. ഇത് തന്നെയായിരുന്നു എൻ്റെ അംബിഷൻ. ബ്രില്യന്റിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ബ്രില്യൻറ്റിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻറ്റിലെ എല്ലാവരും, ക്ലാസ് ടീച്ചേഴ്സ് അതെ, എല്ലാ ഫാക്കൽറ്റിയും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ അഷിത മിസ്സാണെങ്കിൽ ഞാൻ എപ്പോഴൊക്കെ ഡൗൺ ആയിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിസ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ പോരാത്തതിന് ഹോസ്റ്റലിലെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നല്ലതായിരുന്നു. പഠിക്കാനൊക്കെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഹോസ്റ്റൽ വാർഡൻസും അതെ, നമ്മൾ മെൻ്റലി സപ്പോർട്ട് ചെയ്യും. നമുക്ക് പഠിക്കാനുള്ള ഓരോ വഴിയും എല്ലാം പറഞ്ഞുതരും. പിന്നെ ബ്രില്യൻറ്റിൽ തരുന്ന ഓരോ സ്റ്റഡി മെറ്റീരിയൽ ആയാലും വർക്ക് ബുക്ക് ആയാലും നമുക്ക് ഓരോ കൺസെപ്റ്റ് ഓരോ ക്വസ്റ്റ്യൻ വഴി ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിലെ റെഫറൻസ് ഫെസിലിറ്റി അതും നല്ലായിരുന്നു. എനിക്ക് ഹോസ്റ്റലിലൊക്കെ ഇരുന്ന് മടുക്കുമ്പം ഞാൻ റെഫറൻസിന് പോയിരുന്നു പഠിക്കും. അപ്പം ആ ഒരു മൊത്തത്തിൽ അറ്റ്മോസ്ഫിയറേ നല്ലായിരുന്നു. പിന്നെ ലേൺ ആപ്പ് അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് എക്സാംസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ എക്സാംസ് വഴിയും ഒരുപാട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ. അമ്മയ്ക്ക് എന്തൊക്കെ അറിയായിരുന്നു? കുട്ടി പറയാറുണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ? കുട്ടി പറയാറുണ്ട്. അതാണ് ഞങ്ങളെ ബലം. വളരെ സേഫായ ഒരു സ്ഥലത്താണ് മോൾ ഉള്ളതെന്നും നമ്മൾ എന്തുദ്ദേശത്തിനാണോ പോയത് പഠിക്കുക, അത് തന്നെയല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു അവരുടെ എക്സാംസ്. ഞാനത് കൃത്യമായിട്ടും ഇവാലുവേറ്റ് ചെയ്യായിരുന്നു. കാരണം അങ്ങനെ പോയെങ്കിലേ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ പേരൻസിനോടുള്ള ഫാക്കൽറ്റിയുടെ സമീപനം, അതുപോലെ പിന്നെ മീറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ സംശയം പോലും അതിനകത്തില്ല. റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു വേദി. അത് ഒരുക്കെന്ന് പറഞ്ഞത്, ഞാൻ വേറൊരു കോച്ചിങ് സെന്ററിൽ പലതും ഞാൻ അന്വേഷിച്ചതാണ്. എനിക്ക് ഒരുപാട് എന്താ പറയുക, വല്ലാത്തൊരു ബന്ധം. പ്രത്യേകിച്ച് ഇപ്രാവശ്യം നീറ്റ് കുറച്ച് ലേറ്റ് ആയപ്പോൾ പോലും ഞങ്ങൾ ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നല്ലോ. അപ്പോൾ പലപ്പോഴും അവിടുത്തെ ഫാക്കൽറ്റീനെ വിളിക്കുമ്പോൾ വളരെ സപ്പോർട്ടായിട്ട് പേരൻസിനും അതൊരു വലിയ ഒരു കാര്യമായിട്ട് പറയാം. അതോടൊപ്പം നമ്മളോട് ഇത്രയും നേരം സഹകരിച്ച ശ്രീലക്ഷ്മിയുടെ പേരൻസിനും എല്ലാവർക്കും നന്ദി. അതുപോലെ എല്ലാവിധ ആശംസകളും. ബെസ്റ്റ് വിഷസ്. താങ്ക്സ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.